കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇത്തരത്തിൽ വ്യാജ പരാതി നൽകുന്നതിലൂടെ അല്ലെങ്കിൽ കള്ളങ്ങൾ പറയുന്നതിലൂടെ എന്തായിരിക്കാം ഗോപാലകൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്? മറ്റാരെങ്കിലും സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നിലെന്നാണോ നമ്മൾ കരുതേണ്ടത്? ഗോപാലകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനാണ്, IPS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായി ചെയ്യേണ്ട അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി സർവീസ് ചട്ടങ്ങളുടെ ലംഘനം നടത്തിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റ് ഏറ്റു പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നിന് പിറകെ ഒന്നായി കൂടുതൽ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഏറ്റവും അവസാനം അദ്ദേഹം തുടർച്ചയായി കള്ളം പറയുന്നു എന്ന് ബോധ്യപ്പെടുന്നു, തുടർച്ചയായി വിവരങ്ങൾ ഹൈഡ് ചെയ്യുന്നു, തുടർച്ചയായി അദ്ദേഹം ഇത്തരത്തിൽ ഹാജരാക്കാൻ പറയുന്ന രേഖകൾ ഹാജരാക്കുന്നില്ല, കള്ള പരാതി നൽകുന്നു. അപ്പൊ തുടർച്ചയായി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം ആദ്യം കാണിച്ച ഒരു കള്ളം ചെയ്താൽ 10 കള്ളം അത് മറച്ചു പിടിക്കാൻ വേണ്ടി ചെയ്യപ്പെടേണ്ടി വരും എന്ന തത്വം ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് കർശനമായ നടപടിയെടുക്കുകയും തുടരന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നായിരുന്നു തർക്കമല്ല. ശ്രീ ചാമക്കാല, ഈ പോലീസിലെ സംഘപരിവാർ വൽക്കരണമൊക്കെ വലിയ ചർച്ചയാകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ IAS ഉദ്യോഗസ്ഥർക്കിടയിലും ഇത് ഉണ്ടാകുന്നത്. ഇതിനെങ്ങനെയാണ് പ്രതിപക്ഷം കാണുന്നത്? പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. നേരത്തെ PK ഫിറോസിന്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരട്ടെ, അതിനുശേഷം പ്രതിഷേധത്തിലേക്ക് കടക്കാമെന്നുള്ള നിലപാടിലായിരുന്നു യൂത്ത് ലീഗ്. അതെ, പക്ഷെ അത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടാകുമെന്നോ ഒരു നടപടി ഉണ്ടാകുമെന്നോ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ പോലീസിലെ കാവ്യവൽക്കരണം അതിനെ അനുകൂലിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടപടി സ്വീകരിക്കാനുള്ള ആർജവം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉൾപ്പെടെ SFIയുടെ അന്വേഷണം ഉൾപ്പെടെ റിപ്പോർട്ടുകൾ 2 ആഴ്ചയ്ക്കുള്ളിൽ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്ന് SFI അറിയിച്ചിരിക്കുന്ന സ്ഥിതിക്ക് കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഗൗരവമുള്ള വിഷയങ്ങളിൽ പോലും ക്രിമിനൽ കാവ്യവൽക്കരണത്തെ പോലും അനുകൂലിക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ. ഇത്തരം കാര്യങ്ങളിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കേണ്ട സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഇൻഡിപെൻഡന്റായി പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത, അതിനുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സജീവമായി നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അതിന്റെ വയലേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.